പൊന്നാര മച്ചന്മാരെന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളെടുത്ത് വന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചില ആൾക്കാരൊക്കെ എന്ത് ഇത് മാവ് വാങ്ങുന്ന സമയത്ത് നമുക്ക് പലർക്ക് വേണ്ടി മാവ് വാങ്ങുമ്പോൾ ഈ ലാട്ടി കണക്കിലാണ് മാവ് എടുക്കുക. അത് നമുക്ക് നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കൽ നമുക്ക് ഇവിടെ ലാഭം ഒരു മെച്ചം കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കൽ സാധനം. ഇവിടെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പീസ് ഇവിടെ വന്ന് എടുത്താൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ പോയി പോകുമ്പോൾ ഒരു ലാട്ട് ഇത് കണ്ട, ഇത് മൊത്തം ഒരു ലാട്ടാണ്. ഒരു ലാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് വരുന്ന ഒരു മാവിൻ്റെ മൊത്തം സാധനം ഉണ്ടാവും. ഒന്നോ രണ്ടോ മാവിനൊരു സെറ്റ് സാധനം ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ വിഷയം അതാണ്. ഇത് ചില സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു തരുള്ളൂ. അതിന് തന്നെ എത്ര 600 റുപ്യ കൊടുക്കണം. ഇത് മൊത്തം എടുക്കുമ്പോൾ 500 അല്ലെ 550 600 ഇതിന് വരും ഇങ്ങനെ എടുക്കുമ്പോൾ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നല്ല ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇവിടെ മെയിൻ മാവാണ് ഉണ്ടായാൽ. നമ്മളെ നാട്ടിൽ കൂളിമാട് തന്നെ സ്ഥലത്താണ്. ഇവിടെ നല്ല മാവാണ് വരല്. പക്ഷെ ഇവിടെ നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ ഡീലിങ് കറക്റ്റ് ആയതിനോട് നല്ലൊരു നേക്കിൽ കിട്ടല് സാധനം. 500 റുപ്യക്കാണ് ഒരു കുവിക്കിന് തോതിൽ നമ്മൾ എടുക്കുന്നത് ഇവിടുന്ന്. സാധാരണ 460 470 ഉണ്ടാവും. പക്ഷേ അതിൽ നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട് എടുക്കണം. ഇവിടെ ഞാൻ എടുത്ത നല്ല അടിപൊളി കഷ്ണം ഒരു കുവിക്ക് തന്നെ 18-19 കുവിക്കോളം ഒന്നുണ്ട്. അങ്ങനത്തെ 3 കഷ്ണം സാധനമാണ് എടുത്തത്. 3 കഷ്ണം സാധനം. അപ്പോൾ ഇതാകുമ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ സാധനം വേസ്റ്റ് വല്ലാണ്ട് ഉണ്ടാവില്ല, വേസ്റ്റ് കുറയും. അപ്പോൾ ഏറ്റവും നല്ലതെന്താ പറയുക, നമ്മൾ ഇവിടെ ഒന്ന് സാധനം എടുക്കണം. അതേപോലെ തന്നെ തെങ്ങ്. ഈ തെങ്ങിൻ്റെ ഒക്കെ ചില സൈറ്റിൽ നിന്ന് ആൾക്കാർ പറയും നിങ്ങളിത് മുറിച്ച് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറയും. ഭൂലോക വിട്ടിത്തരാം. നമ്മൾ സൈറ്റിൽ നിന്ന് സാധനം മുറിച്ച് കൊണ്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി നമുക്ക് കാര്യമാണ്. കാരണം നമ്മളിത് മില്ലിൽ ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പൈസ കൊടുക്കണം. മുറിക്കൂലി എത്ര ഉറുപ്പ്യ വരും? ഒരു തെങ്ങിനൊക്കെ മുറിക്കൂലി നല്ല പൈസ വരും. 2000 റുപ്യൊക്കെ തെങ്ങിന് മുറിക്കൂലി. 1000 2000 റുപ്യൊക്കെ റിസ്ക്കുള്ള സ്ഥലത്തൊക്കെ മുറിക്കാൻ. അതിൻ്റെ ഓർമ്മ നമുക്ക് ഇതിൻ്റെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെങ്ങിൻ്റെ മുകളിൽ 3 പീസാണ്, 3-4 പീസാണ് കിട്ടുക. ആ 4 പീസ് നല്ലതായിരിക്കണമെന്നില്ല. ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പീസ് തിരഞ്ഞെടുക്കുക. ഒരു പീസിന് 400 റുപ്യ നമുക്ക് വരുന്നുള്ളൂ ഇവിടെ വില. ഒരൊറ്റ തെങ്ങിന് 400 റുപ്യ. ഇവിടുത്തെ പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞ് നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഫുള്ള് അടിമുറി 2-ാം മുറിയൊക്കെ ഓക്കെ. കണ്ട മാവൊക്കെ അടാറ് മാവാ. ഒരു സാധനം പോവാനില്ല. നമ്മളൊക്കെ സാധനം എടുക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ പൊന്നാര, ഈ വർക്ക് എടുക്കുന്ന മച്ചാന്മാരെ ഏറ്റവും ബെറ്റർ ഉണ്ടല്ലോ ഈ നല്ല സൈസ് മാവ് എടുക്കുക. സൈസ് മാവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ പലക വാങ്ങുന്ന സമയത്ത് ഇത് മുറിച്ചാളുക. വലിയ പലക മാത്രമേ എടുക്കാവൂ. ഞാൻ കണ്ട ഫുള്ള് 3 മീറ്ററിൻ്റെ പല എടുക്കുകയുള്ളൂ. 3 മീറ്റർ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയുണ്ട് 3 മീറ്ററും 2.95 അങ്ങനത്തെ പലയാണ് എനിക്ക് വേണ്ടത്. ഇതാകുമ്പോൾ ഫുള്ള് എന്താ നമുക്ക് ഒന്നും നഷ്ടപ്പെടാം. നമുക്ക് നീട്ടി ചാമ്പിപ്പോവാം. ലിൻഡലിൻ്റെ വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ജോയിൻ്റ് ചെയ്ത് പോകണ്ടല്ലോ. ഏകദേശം 3 മീറ്ററൊക്കെ ആണ് വീടുണ്ടാകുക, 3-3.5 മീറ്ററൊക്കെ ഉണ്ടാകുക. നമുക്കിത് ചാമ്പി വിടാം. നല്ല പണിക്ക് നല്ല സ്പീഡ് കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറക് കുറയും. നമുക്ക് വേസ്റ്റാണല്ലോ കുറയണ്ടേ. ഇത്രയൊക്കെ പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ കുറേ വിറക് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ നല്ല സാധനം വാങ്ങുമ്പോൾ ഫുള്ള് നമുക്ക് കിട്ടണം. വിറകാണെങ്കിൽ വേറെ വാങ്ങിയാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു പൊടി വേസ്റ്റ് ഉണ്ടാവില്ല ഇതിന് വെറും പുറംപൊളി കുറഞ്ഞ സാധനം മാത്രമേ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫുള്ള് മിയ അടിപൊളി അലുവ കഷ്ണങ്ങളായിരിക്കും. നോക്കിങ്ങൾ അടിപൊളി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ, നമുക്ക് കുറേ കാലം ഈ സാധനം വെച്ച് പണിയെടുക്കുകയും ചെയ്യാം. ഇതിനൊക്കെ പ്രത്യേകതകളതാണ്. മില്ലിൽ വന്ന് നമ്മൾ സാധനം എടുക്കുമ്പോൾ ഒരുപാട് ലാഭമാണ്. അപ്പോൾ നമ്മളെ സാധനമൊക്കെ ഫുള്ള് വണ്ടി കയറ്റി ഇപ്പോൾ സൈറ്റിലാണ് കൊണ്ടുപോയിട്ട് നമ്മൾ പണിയെടുത്ത് തുടങ്ങുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ രാവിലെ തന്നെ സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ തന്നെ അതൊരു സുഖമാണ്. പണിക്കൊരു നല്ലൊരു ഉന്മേഷം ആവേശം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് സുഖം പണിയെടുത്ത് വേഗം തീർക്കാം. ഇന്ന് ഫുള്ള് രാവിലെ തന്നെ വാട്ടർ ലെവലൊക്കെ ചെയ്ത് ഫില്ലറിൻ്റെ മുകളിൽ പറ്റടിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറേ ജാക്കി നമുക്ക് ലാഭം ഉണ്ടാവും. ഫില്ലറിൻ്റെ മുകളിൽ പറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 4 സൈഡിൽ വെക്കുന്ന ജാക്കികൾ ലാഭം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫില്ലർ ഫുള്ള് വാട്ടർ ചെയ്ത് ഒരു ടീം ഇങ്ങനെ പറ്റടിച്ച് പോകും. ബാക്കിയുള്ള ഞങ്ങൾ മൊത്തം 4 ആളുണ്ട് അവിടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ പണി ഏകദേശം നമ്മൾ തീർക്കും. ഓക്കെ. ഹലോ മച്ചാമാരെ, നമ്മളെ പരിപാടി ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളെല്ലാം ഏകദേശം പരിപാടി നമ്മൾ തീർത്ത്. നമ്മളെ പുതിയൊരു ഗസ്റ്റിനെ ഒന്നുകൂടെ നോക്കി, നമ്മളെ പുതിയ ഗസ്റ്റ് നമ്മളെ കമ്പനിക്കാരൻ തന്നെയാണ് കേട്ടോ.
ഫുള്ള് DSPൻ്റെ ആൾക്കാരാണ്. എന്താ ചെയ്യുക, ഈ പരസ്യം കണ്ടിട്ടുണ്ട് കമ്പനിക്കാരെന്തെങ്കിലും തരിക ഓലാകെ നമുക്ക് റീസെറ്റ് നിർത്തിയതാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ പണീൻ്റെ ഒരു മുക്കാൽ ഭാഗം നേരം തീർന്ന്. സാധനങ്ങളൊക്കെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകതയാണ് ഇത് കണ്ടത്. അപ്പോൾ നാളത്തേക്കുള്ള സാധനമൊക്കെ ഒരു പൊളിച്ച് വേറെ സ്ഥലത്ത് പൊളിച്ച് സാധനം കൂടെ കൊണ്ടുപോയിട്ട് അതിന് ഇനി പ്രശ്നമില്ല. നാളെ ബാക്കിയുള്ളതൊക്കെ അടിച്ച് കഴിഞ്ഞ് കണ്ട് സ്പാനൊക്കെ വെച്ചിട്ടുണ്ട്, ഏകദേശം ഷീറ്റൊക്കെ ഇട്ട് അത് തീർന്നിട്ട് നാളെ. അതാണ് സാധനങ്ങളൊക്കെ ആദ്യം വേണ്ടി സൈറ്റിലെത്താൻ വേണ്ടി. സൈറ്റിലെത്തിക്കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മളെ പണി തുടങ്ങിയിട്ട് പണിക്കൊരാവേശം ഉണ്ടാവും. മറ്റ് അവിടെ നിന്ന് പൊളിച്ച് വന്ന് 11 മണിക്ക് നമ്മൾ പണി തുടങ്ങിയിട്ടോ നമുക്ക് പണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പണി കാണാനുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ. ഏതായാലും അൽഹംദുലില്ലാ ഒന്നും സംഭവിക്കണം, ഇന്നത്തെ പണിയെടുത്ത് തീർത്ത്. നമ്മൾ കുറച്ച് പലകടി ഇതിന് വാങ്ങേണ്ടി വന്ന്. ഇവിടുന്ന് പൊളിച്ചിങ്ങാണ്ട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് പിന്നെ പലകൊന്നും തയ്യാണ്ടായി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ അടുത്ത കുറച്ചുകൂടി പലക വാങ്ങേണ്ടി വന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, പലക തേച്ചാൽ തികയൂല. എത്ര പല ഉണ്ടായാലും കാര്യമില്ല, തേച്ചാൽ തികയൂല. ഇതിൻ്റെ മെയിൻ വിഷയം അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ.